الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم وقاتلوا المشركين كافة كما يقاتلونكم كافة واعلموا أن الله مع المتقين صدق الله العلي العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, റബ്ബ് സുബ്ഹാനഹു വ തആല കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവന്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരന്മാരോട് ഉപദേശിക്കുന്നു. നമ്മൾ മുഹറം മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് മുഹറം 3-ാം ദിനമാണ്. ചന്ദ്രമാസ കലണ്ടർ പ്രകാരം അഥവാ ഹിജ്റ കലണ്ടർ പ്രകാരം ഒരു പുതിയ വർഷം, ഒരു പുതുവത്സരം പിറന്നിരിക്കുകയാണ്. 1448 ഹിജ്റ വർഷം. എല്ലാവർക്കും ഈ പുതിയ വർഷത്തിന്റെ എല്ലാ ആശംസകളും നേരുന്നു. അള്ളാഹുവിന്റെ ഖൈറും ബർക്കത്തും സർവോപരി അവന്റെ കാവലും കരുതലും നമ്മിൽ ഓരോരുത്തരിലും വർഷിക്കുമാറാവട്ടെ. അള്ളാഹു നിശ്ചയിച്ച കാലഗണനയാണ് ചന്ദ്രമാസ കലണ്ടർ. വിശുദ്ധ ഖുർആൻ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു കാഴ്ചപ്പാട് നൽകുന്നുണ്ട്. ആ കാഴ്ചപ്പാടിലെ ഊന്നൽ പരിശോധിച്ചാൽ ഇസ്ലാമിക സംസ്കാരത്തിന്റെ അനിവാര്യമായ താല്പര്യമായിക്കൊണ്ട് വിശ്വാസികളുടെ ദൈനംദിന ജീവിതവുമായി കലണ്ടറിന് ബന്ധമുണ്ടാവണമെന്നാണ്. ഈ യാഥാർത്ഥ്യം പ്രഖ്യാപിക്കുന്ന സൂക്തമാണ് സൂറത്ത് തൗബയിലെ 36-ാമത് വചനം ഖുതുബയുടെ മുഖദ്ദിമയിൽ ഊതി വെച്ചത്. ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. മാസങ്ങൾ, 12 മാസങ്ങൾ ചേരുന്ന ഒരു കാലഗണന അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. മാസങ്ങളുടെ എണ്ണം അള്ളാഹുവിന്റെ അടുക്കൽ 12 എണ്ണമാണ്. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ ലൗഹുൽ മഹ്ഫൂദിൽ ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ച നാഥൻ ആ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യമായി രേഖപ്പെടുത്തിയ ആ ഗ്രന്ഥത്തിൽ അങ്ങനെയാണ് നിർണയിച്ചു വെച്ചിരിക്കുന്നത്. എന്ന് മുതൽ യൗമ ഖലഖസ് സമാവാതി വൽ അർള, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് മുതൽ. ആകാശഭൂമികൾ സൃഷ്ടിക്കപ്പെട്ടു, പിന്നീടാണല്ലോ മനുഷ്യൻ സംവിധാനിക്കപ്പെടുന്നത്. ആദ്യത്തെ മനുഷ്യൻ ആദം അലൈഹിസ്സലാത്തു വസ്സലാമയിലൂടെ ഹവ്വാബിയുടെ അന്ന് മുതൽ ഈ കലണ്ടർ ഉണ്ട്. അന്ന് മുതൽ ഇങ്ങനെ ഒരു കാലഗണന ഉണ്ട് എന്ന് ബോധ്യം വരാത്തവരായിട്ട് ഒരുപാട് പേര് സമുദായത്തിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഈ കലണ്ടറിന് നമ്മുടെ ജീവിതവുമായി ജീവിതഗന്ധിയായ ബന്ധമില്ലാതെ പോയത്.
വല്ലപ്പോഴും കല്യാണ കത്തിൽ ബ്രാക്കറ്റിൽ ഒരു അറബ് മാസം അല്ലെങ്കിൽ ഹിജ്റ മാസം വരുന്നതിനപ്പുറത്ത് നമ്മുടെ ദൈനംദിന ജീവിതവുമായി കലണ്ടറിന് ബന്ധമില്ല. പക്ഷെ മനുഷ്യകുലം ഭൂമിയിൽ അധിവസിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ തമ്പുരാൻ നിശ്ചയിച്ചു കൊടുത്ത കാലഘടന 12 മാസങ്ങൾ ചെയ്ത് ചന്ദ്രമാസ കലണ്ടറാണ്. അന്നതിന് ഹിജ്റ എന്ന പേരില്ല, അന്നതിന് സവിശേഷമായ പേരുകളുമില്ല. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയായി ഭരണമേറ്റെടുത്ത് നടത്തുന്ന കാലത്തും ഈ കാലഘടനയ്ക്ക് കലണ്ടർ പേരില്ല. അദ്ദേഹം പ്രവിശ്യയിലെ ഗവർണർമാർക്ക് നിരന്തരമായി ഖലീഫയുടെ ഓർഡറുകൾ, തീരുമാനങ്ങൾ കത്തുകളായിട്ട് കൊടുത്തായിരുന്നു. ജിയോ ഓർഡറുകൾ എന്ന് നമ്മൾ പുതിയ കാലത്ത് പറയുന്നത് പോലെ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം, മുഹറത്തിൽ ഇന്നത് ചെയ്യണം, റജബിൽ ഇന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കണം, ദുൽഖഅദിൽ ഇന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരം കേന്ദ്രത്തെ അറിയിക്കണം എന്നിങ്ങനെ അദ്ദേഹത്തിന്റെ സർക്കുലറുകൾ നിരന്തരമായിട്ട് വിശാലമായ ഇസ്ലാമിക രാഷ്ട്രത്തിലെ പ്രവിശ്യ ഗവർണർമാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. ഒരു ഗവർണർ തിരിച്ചൊരു കത്തെഴുതി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്, ഇത് ഏത് മുഹറത്തിൽ പൂർത്തിയാക്കണം, ഏത് ദുൽഖഅദിലാണ് റിപ്പോർട്ട് തരേണ്ടത് എന്നിങ്ങനെ പറയാൻ നമുക്കൊരു കലണ്ടർ ഇല്ലല്ലോ, കാലവർഷം കണക്കാക്കുന്ന ഒരു കലണ്ടർ അങ്ങനെ ഒന്നും ആവശ്യമില്ല എന്ന് ആ ചിന്തയിൽ നിന്ന് ഉണ്ടായി വന്ന ഒരു വിശദമായ സംരക്ഷണം മദീന കേന്ദ്രീകരിച്ച് അന്ന് ജീവിച്ചിരിപ്പുള്ള തലമുതിർന്ന സഹാബാക്കളെ എല്ലാം വിളിച്ചു കൂട്ടി ഒരു ചർച്ച നടന്നു. ഗൗരവതരമായ ചർച്ചയാണ്. ആ ചർച്ചയ്ക്ക് ഒടുവിൽ ആ കലണ്ടറിന്റെ പേര് ഒരു ഹിജ്റ. അങ്ങനെയാണ് ചന്ദ്രമാസ കലണ്ടറിന്റെ ഹിജ്റ കലണ്ടറായിട്ട് മാറിയത്. അപ്പൊ ഈ പേര് വരുന്നതിന് മുമ്പും ഭൂമുഖത്ത് മനുഷ്യൻ അധിവസിക്കാൻ തുടങ്ങിയ കാലങ്ങൾ അല്ലാഹു നിശ്ചയിച്ച ആകാശഭൂമി സൃഷ്ടിപ്പിന്റെ അന്ന് മുതൽ തമ്പുരാൻ നിശ്ചയിച്ചു വെച്ച ഒരു കാലഗണനയാണ് ഈ പറഞ്ഞ 12 മാസങ്ങൾ. മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസങ്ങൾ പവിത്രമാണ്. ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറം, പിന്നീട് കുറച്ച് അപ്പുറത്ത് റജബും. ഈ 4 മാസങ്ങൾ പവിത്രമായ മാസങ്ങളാണ്. യുദ്ധം നിരോധിക്കപ്പെട്ട മാസങ്ങളാണ്. യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് ഈ പവിത്ര മാസത്തിന്റെ ക്രമം വെച്ചിരിക്കുന്നത്. ഹജ്ജുമായി ബന്ധപ്പെട്ട യാത്രയും അല്ലാത്തതുമൊക്കെ നടക്കുന്ന കാലം. ആ പവിത്ര മാസത്തെ അങ്ങനെ തന്നെ പരിഗണിക്കണം. അപ്പൊ യുദ്ധം ഒരു അനിവാര്യതയായി വന്നേക്കാം. അങ്ങനെ അംഗീകരിക്കാൻ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് തെറ്റില്ല. മനുഷ്യകുലത്തിന്റെ ചരിത്ര യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. നിന്നോ എന്ന് പറയുന്നു, എപ്പോൾ തുടങ്ങുമെന്ന് പറയാൻ അറിയില്ല. ഇതാണല്ലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ. അപ്പൊ മനുഷ്യൻ ധർമ്മത്തിന്റെ അടിസ്ഥാനം നിലനിൽക്കുന്നു എങ്കിൽ ധർമ്മ സംസ്ഥാപനത്തായ യുദ്ധങ്ങൾ വേണ്ടി വന്നേക്കാം. പക്ഷെ യുദ്ധമാണ് മനുഷ്യകുലത്തെ ഒന്നരങ്ങ് നശിപ്പിക്കലല്ല. അപ്പൊ ഈ 4 മാസം പവിത്രമായിരിക്കണം. ലോകത്ത് സമാധാനം നിലനിൽക്കണം. അങ്ങനെ യുദ്ധമില്ലാത്ത ഒരു സമയം, അങ്ങനെ ഇടയ്ക്ക് യുദ്ധം നിർത്തുമ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചാൽ മനുഷ്യന്റെ ഒരു സന്തോഷം. വെടിനിർത്തൽ പ്രഖ്യാപിക്കുമ്പോൾ ഗസയിൽ ഉണ്ടാകുന്ന ആഘാതങ്ങൾ നമ്മൾ കണ്ടതാ. അപ്പൊ ഇങ്ങനെ ഒരു 4 മാസക്കാലം ആ സമയമാണ് പവിത്രമായി നിൽക്കണം. ആ മാസങ്ങളിൽ നിങ്ങൾ പരസ്പരം അക്രമം ചെയ്യാൻ പാടില്ല. നിങ്ങൾ നിങ്ങളോട് അന്യായം കാണിക്കാൻ പാടില്ല. ഇതാണ് കേട്ടോ ശരിയായ ദീൻ. ഈ കലണ്ടർ കാലഗണന ദീനാണെന്ന് പഠിപ്പിക്കാൻ ഖുർആൻ. നമുക്ക് ദീനിന് ചുരുങ്ങിപ്പോയിരിക്കുന്നു. ആരാധനാധികാരികൾ, ദിക്റും സ്വലാത്തും, ജനനം, മരണം, വിവാഹം, ചടങ്ങുകൾ, ഇതൊക്കെയാണ് ദീനെന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു സാമൂഹിക ക്രമത്തിനകത്ത് ഇത് ഉൾക്കൊള്ളാൻ കഴിയും. 12 മാസമുള്ള ഈ കാലഗണന ചന്ദ്രമാസ കലണ്ടറിന്റെ അടിസ്ഥാനത്തിലെ വർഷവും ആണ്ടും നൂറ്റാണ്ടുകളുമായിട്ടുള്ള ഒരു രീതിശാസ്ത്രം, അത് ദീനുൽ ഖയ്യിം, അത് ശരിയായ ദീനാണ്. ഇതാണ് ശരിയായ ദീൻ എന്ന് പറയുമ്പോൾ കലണ്ടറും ദീനാണ്. അങ്ങനെയാണ്, കലണ്ടറും ദീനാണ്. വ്യഭിചാരത്തിന്റെ കുറ്റവും ശിക്ഷയും പഠിപ്പിച്ച ഖുർആൻ വാക്യത്തിൽ ദീനുൽ ഖയ്യിം, അതാണ് ശരിയായ ദീൻ. കുറ്റവും സിവിൽ ക്രിമിനൽ കുറ്റങ്ങളും ശിക്ഷയും അത് നടപ്പാക്കുന്ന, വിധി പ്രഖ്യാപിക്കുന്ന കോടതികളും അത്തരം കോടതി സംവിധാനിക്കുന്ന ഭരണകൂടങ്ങളും ശിക്ഷ നടപ്പാക്കുന്ന ആരാച്ചാന്മാരും ചേരുന്ന ഒരു ഭരണക്രമം ദീനുൽ ഖയ്യിം എന്ന് പഠിപ്പിച്ച ഖുർആൻ. നമസ്കാരവും സക്കാത്തും ദീൻ എന്ന് പഠിപ്പിച്ചിരിക്കുന്നു. ശരിയായ ദീനാണ്. അപ്പൊ നിസ്കാരം നേരെ നിലനിർത്തലും സക്കാത്ത് കൊടുക്കലും ദീനുൽ ഖയ്യിമാണ്. ഒരു ഭരണ സംവിധാനത്തിനകത്ത് ഒരു സാമൂഹ്യ ക്രമം സ്വസ്ഥമായി മുന്നോട്ട് പോകാൻ ആവശ്യമായ കോടതിയും സിവിൽ ക്രിമിനൽ കുറ്റങ്ങളും ശിക്ഷയും ദീനുൽ ഖയ്യിമാണ്.
ഒരു സമൂഹത്തിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് കാലഘടന പഠിപ്പിക്കുന്ന കലണ്ടർ സംവിധാനം നിങ്ങൾക്ക് കഴിയുമോ? അപ്പൊ ദീൻ എന്താണെന്ന് മനസ്സിലായി. ഇപ്പോഴും ദീനും ദുനിയാവും രണ്ടായിട്ട് കൊണ്ട് നടക്കുന്നവർക്ക് എല്ലാം ചടങ്ങുകളാണ്. എല്ലാം ചടങ്ങായപ്പോൾ ഹജ്ജും ചടങ്ങായി. അതുകൊണ്ട് നേടിയില്ല. ഇതായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ കുത്തുകളുടെ മർമ്മം. സഹോദരന്മാരെ, നിങ്ങൾ അറിയണം, ദാലിക ദീനുൽ ഖയ്യിം, ഇതാണ് ശരിയായ ദീൻ. ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും, അതിനാൽ നിങ്ങൾ ഈ ദീനിന്റെ ഈ കാലയളവ് അനുസരിച്ചുള്ള ക്രമത്തിൽ ഈ 4 പവിത്രമായ മാസങ്ങളിൽ നിങ്ങളോട് അന്യായം കാണിക്കരുത്. അഥവാ നിങ്ങൾ ആരോടും അന്യായം കാണിക്കരുത്. നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് അക്രമം കാണിക്കുമ്പോൾ അവനോട് തന്നെയാണ് അക്രമം കാണിക്കുക. അത്രയും മനുഷ്യത മാനിക്കുന്ന മതമാണ് ഇസ്ലാം. കലണ്ടർ പഠിപ്പിക്കുന്ന അടുത്തൊരു പ്രയോഗമാണ്. ഖുർആന്റെ പ്രയോഗം വളരെ രസകരമാണ്. ചിന്തോദ്ദീപകമായ ഒരുപാട് സൂചനകളാണ്. കലണ്ടറിനെ കുറിച്ച് പറയുന്നിടത്ത് യുദ്ധം നിരോധിക്കപ്പെട്ട 4 മാസങ്ങൾ പവിത്രമാണെന്ന് പറഞ്ഞിടത്ത്, അവിടെ നിങ്ങൾ അന്യായം കാണിക്കരുത് എന്ന് പറഞ്ഞിടത്ത്, ഇതാണ് ശരിയായ ദീൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ ബഹുദൈവ ആരാധകരായ ഇസ്ലാം വിരോധികൾ, ഫാസിസ്റ്റുകൾ, നാസിസ്റ്റുകൾ, അവർ നിങ്ങൾക്കെതിരെ ഒന്നിച്ച് നിങ്ങളോട് യുദ്ധം ചെയ്യുന്നു, നിങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ അവരെയും ഒന്നിച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ, യുദ്ധവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ശ്രമങ്ങൾ ഈ കലണ്ടർ തുടരുന്ന കാലത്തോളം തുടരും. അത് കേവലം ബദറിലും ഉഹദിലും അവസാനിക്കില്ല. ഇന്നും അത് തന്നെയാണ് നടക്കുന്നത്. ഇന്ത്യൻ അവസ്ഥയിൽ മുസൽമാന്മാർ കൊല ചെയ്യപ്പെട്ട ഒറ്റ കാരണം അവർ മുസ്ലിമീങ്ങളായി എന്ന് മാത്രം. അതുകൊണ്ട് നിങ്ങൾ മുസ്ലിമീങ്ങൾ ഈ ആദർശത്തിന്റെ അടിത്തറ നിലകൊള്ളുന്ന സാമൂഹിക ക്രമത്തിനകത്ത് കലണ്ടർ ഇങ്ങനെ മാറി മാറി ആഴ്ചകൾ മാസങ്ങൾക്കും, മാസങ്ങൾ ആണ്ടുകൾക്കും, ആണ്ടുകൾ നൂറ്റാണ്ടുകൾക്കും വഴിമാറി കൊടുത്ത് മുന്നോട്ടുള്ള യുദ്ധം ഉണ്ടാകും. നിങ്ങളെ ഇല്ലാതാക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഇസ്ലാമിന്റെ വെറുപ്പ് അങ്ങനെ ആ പൈശാചികതകൾ എത്തിക്കും. അതുകൊണ്ട് ലോകാടിസ്ഥാനത്തിലും നിങ്ങൾ നിലകൊള്ളുന്ന സാമൂഹിക ക്രമത്തിൽ ഈ ശ്രമങ്ങൾ നടക്കും. അതിനെതിരെ ഒറ്റക്കെട്ടായിരിക്കണമെന്നാണ്. നിങ്ങളൊക്കെ ആയുധങ്ങൾ എടുത്ത് നാളെ പുറത്തിറങ്ങണമെന്നല്ല, നിങ്ങൾ ഒന്നായിരിക്കണം. മുസ്ലിങ്ങളായി നിങ്ങൾ ഒന്നിച്ചു നിൽക്കണം. നിങ്ങൾ അപ്പൊ മുസ്ലിം ഐക്യവും കൂട്ടായ്മയും ഈ കാലങ്ങളോളം തുടർന്നതാണ്. അങ്ങനെ സംഘടനാ ബന്ധത്തിൽ മദ്ഹബിന്റെ പേരിൽ രാഷ്ട്ര അതിർത്തിക്കകത്ത് ജീവിക്കുന്നവർ, അപ്പുറത്ത് നടക്കുന്നത് ഞങ്ങൾ അറിയേണ്ടതില്ല എന്ന് വെക്കുന്നവർ, അപ്പുറത്ത് അയൽക്കാരെ കൊല ചെയ്യപ്പെട്ടാൽ ഞാൻ സ്വസ്ഥമായിരിക്കുന്നു വിചാരിക്കുന്നവർ, അങ്ങനെ എന്റെ വീടിന്റെ വാതിൽ മുട്ടും വരെ ഞാൻ അസ്വസ്ഥനാവാതിരിക്കുന്ന അവസ്ഥ വരെ, ശത്രു എത്തി വാതിൽ ചവിട്ടിപ്പൊളിക്കും വരെ അസ്വസ്ഥമാവാത്ത ഈ നിസ്സംഗതയുണ്ടല്ലോ, അത് ദീനല്ല. അതുകൊണ്ടാണ് ഈ കലണ്ടർ പഠിപ്പിക്കുന്നിടത്ത് അവർ നിങ്ങളോട് അവർ നിങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ശ്രമം ആഗോള അടിസ്ഥാനത്തോടുകൊണ്ടേയിരിക്കുകയാണ്. സൈനിസവും തീവ്ര വലതുപക്ഷ യുവാജ ക്രൈസ്തവതയും ഹൈന്ദവ സംഘപരിവാരവും ഒന്നിച്ചു നിന്നുകൊണ്ട് ലോകത്തുള്ള ശ്രമങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു മുസ്ലിമും ഈ ഖുർആനായിട്ട് ഓടാൻ പാടില്ല. കാരണം കലണ്ടർ പഠിക്കുമ്പോൾ യുദ്ധത്തെ കുറിച്ച് പഠിപ്പിക്കേണ്ട കാര്യം എന്താ? കലണ്ടർ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ ഒന്നിച്ച് നിൽക്കണം കേട്ടോ. കലണ്ടർ അനുസരിച്ച് കാലം മുന്നോട്ട് പോകുമ്പോൾ ഈ ശ്രമങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും എന്ന് നമ്മെ പഠിപ്പിക്കാൻ. ആ യാഥാർത്ഥ്യത്തിലേക്ക് ഈ ആയത്ത് കൃത്യമായിട്ട് വിളിച്ചു നൽകിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. ആയത്തിന്റെ അവസാനം നിങ്ങൾ അറിയണം, അല്ലാഹ് മുത്തഖീങ്ങളുടെ കൂടെയാണ്. നിങ്ങൾ മുത്തഖിയാവണമെങ്കിൽ ഈ കാലഘടനയും മനസ്സിലാക്കണം, ലോകത്തെയും അറിയണം, ഈ ചരിത്രവും മനസ്സിലാക്കണം, ഈ വസ്തു തിരിച്ചറിയണം എന്ന് കൃത്യമായി പഠിപ്പിച്ചുകൊണ്ട് ഈ മാസങ്ങളുടെ ഗണന പഠിപ്പിച്ചു. അതിൽ 1ാമത് മാസം മുഹറം മാസം. അതിലാണ് നമ്മളുള്ളത് പുതുവത്സര തുടങ്ങി. ഈ പുതുവത്സര ആഘോഷത്തിന് വെടിയും പുകയും ഉണ്ടായില്ല. ഉന്മാദങ്ങളോ ആഘോഷങ്ങളോ അർമാദങ്ങളോ ഉണ്ടായില്ല. അങ്ങ് ന്യൂസിലാൻഡിൽ വിളക്ക് തെളിയുന്നതോ ബുർജ് ഖലീഫയിൽ പ്രകാശനം നോക്കി നിൽക്കാൻ ആരും ഉണ്ടായില്ല. കാരണം അങ്ങനെയാണ് കാര്യഗൗരവമുള്ള ഒന്നാണ് വർഷത്തിലെ മാറ്റം എന്ന് പറഞ്ഞാൽ. അത് അർമാദത്തിൻ്റെതല്ല, ആഘോഷത്തിൻ്റെതല്ല, അത് കാര്യഗൗരവത്തിന്റെയാണ്. എന്റെ ജീവിതത്തിൽ ഒരു വർഷം ഇതാ എന്നെ വിട്ടുപോയിരിക്കുന്നു, ഞാൻ മരണവുമായി അടുത്തിരിക്കുന്നു. കഴിഞ്ഞു പോയ കാലത്തേക്കാൾ എനിക്കൊരു വയസ്സ് കൂടിയിരിക്കുന്നു, ഞാൻ കുറച്ചുകൂടി കാര്യഗൗരവത്തോടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് വളർന്നിരിക്കുന്നു. എന്റെ റുഷ്ദ്, എന്റെ തിരിച്ചറിവ്, എന്റെ വിവേകം, എന്റെ ചിന്ത, എന്റെ ബോധ്യം, എന്റെ പരിസര അറിവുകൾ, ഞാൻ നേടിയെടുത്ത അറിവുകളെല്ലാം എന്നെ പക്വതയാക്കി മാറ്റി. ഞാൻ കുറെ കൂടി ഗൗരവത്തോടെ കാര്യങ്ങൾ, ജീവിതത്തെ ഗൗരവത്തോടെ സമീപിക്കണം എന്ന ചിന്തയിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നത് കൊണ്ടാണ് ഇസ്ലാമിലെ പുതുവത്സരത്തിൽ ആഘോഷങ്ങളില്ലാതെ പോയത്.
അതുകൊണ്ട് അവിടെ ആകാശത്ത് നിറമാർന്ന വർണ്ണ ശോഭകൾ ഉണ്ടാകുന്നതും കാത്ത് രാത്രി 12 മണിയാകുന്നതും കാത്ത് ആളുകൾ ഉറക്കം കിടക്കാതില്ല. ഉറക്കം കിടച്ചിട്ടുണ്ടാവും, ഖുർആൻ ഓതിയിട്ടും തഹജ്ജുദ് നമസ്കരിച്ചിട്ടും. പക്ഷെ എല്ലാം ആഘോഷമാക്കുന്നവരാണ് നമ്മളാണ്. അതുകൊണ്ട് ഡിസംബറിന്റെ അവസാന ദിനത്തിലെ അർദ്ധരാത്രി നമ്മുടെ കുഞ്ഞുമക്കൾ വീട്ടിലുണ്ടാവില്ല. നിസ്കാരത്തെ അറിവുകാരനായ വല്യപ്പയുടെയും ബാപ്പയുടെയും വീട്ടിൽ ഉണ്ടാവില്ല. അപ്പുറത്തെ പാർട്ടികളിലും രാസലഹരിയുടെ ഉന്മാദങ്ങളിലുമൊക്കെ ഉണ്ടാവുകയും ചെയ്യും. ഈ ഗൗരവമില്ലായ്മയാണ് ദീനുൽ ഖയ്യിമ എന്ന പ്രയോഗം പഠിപ്പിക്കുന്നത്. അതാ ദീനുൽ ഖയ്യിമ, കാലഗണനയുമായി ബന്ധപ്പെട്ട വർഷത്തിന്റെ മാറ്റത്തിലും ദീനുണ്ടാവണം. നിങ്ങൾക്ക് അതിൽ നിങ്ങൾക്ക് ഗൗരവം ഉണ്ടാവണം. അതുകൊണ്ട് ആ അടിസ്ഥാനത്തിൽ ഈ കാലഗണനയുടെ വരവ് അറിയിച്ചുകൊണ്ട് പ്രഖ്യാപനങ്ങൾ ഉണ്ടായില്ല. എന്നാൽ ഏറ്റവും പവിത്രമായ മാസമാണ് മുഹറം എന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. റസൂലുള്ളാഹി പറഞ്ഞു, അഫ്ദലു സിയാമി ബഅദ റമളാന ശഹ്റുല്ലാഹി മുഹറം. ശഹ്റുല്ലാഹി മുഹറം, അള്ളാഹുവിന്റെ മാസമാകുന്ന മുഹറം. അള്ളാഹുവിന്റെ മാസത്തിലാണ് നമ്മളിപ്പോൾ. റമളാൻ മാസം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് മുഹറം മാസത്തിലാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, എത്രമേൽ അള്ളാഹുവുമായി അടുക്കാൻ, കാര്യ ഗൗരവമുള്ളവനായിട്ട് മാറാൻ, പക്വമതിയായിട്ട് മാറാൻ, വിവേകമുള്ളവനായിട്ട് മാറാൻ നമ്മെ, നമ്മുടെ കുടുംബത്തെ, ഈ ഉമ്മത്തിനെ അള്ളാഹു അല്ലാഹുവിന്റെ റസൂലും പഠിപ്പിച്ചു. ഈ നേരത്തെ പറഞ്ഞ ആയത്തും ഈ ഹദീസും മാത്രം മതി തെളിവായിട്ട് അതിന്റെ ഗൗരവത്തിൽ മനസ്സിലാവും. ഈ മാസം നോമ്പിന് പവിത്രമുള്ള മാസമാണ് എന്ന് പറയുമ്പോൾ വികാര വിചാരങ്ങളെ നിയന്ത്രിച്ച്, വാക്കും പ്രവൃത്തി നിയന്ത്രിച്ച്, കണ്ണും കാതും വെച്ച് അള്ളാഹുവിലേക്ക് തന്നെ കേന്ദ്രീകരിക്കുന്ന, തന്റെ മനസ്സിനെ ഏകീകരിക്കുന്ന, തമ്പുരാന് വിധേയപ്രാൻ സ്വയം സ്വന്തത്തെ പാകപ്പെടുന്ന, തന്നെ മെരുക്കിയെടുക്കുന്ന വൃതാനുഷ്ഠാനത്തിലൂടെയാണ് മുഹറം മാസ വിശ്വാസി ഉണ്ടാവുക. മുഹറം 9, 10 മകൾക്ക് സവിശേഷമായ നോമ്പിന്റെ ദിനങ്ങൾ കൂടിയാണ്. ഇങ്ങനെ ഒരു പവിത്രമായ അവസ്ഥയിലാണ് സഹോദരന്മാരെ ഈ യാഥാർത്ഥ്യത്തെ പഠിപ്പിച്ചത്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു മനുഷ്യ ആയുസ്സുമായി ബന്ധപ്പെട്ട ഏതേത് വർത്തമാനങ്ങളെ കുറിച്ച് പറയപ്പെടും, കാലത്തെ കുറിച്ച് പറയപ്പെടും, കലണ്ടറിനെ കുറിച്ച് പറയപ്പെടും ഒക്കെ അദ്ദേഹം നിരന്തരം ആവർത്തിച്ച് പറഞ്ഞ വർത്തമാനം ഹാസിബു ഖബ്ല അൻ തുഹാസബു, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. നിങ്ങളുടെ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുന്ന നാളെ, അതിനു മുമ്പ് നിങ്ങൾ നിങ്ങളെ സ്വയം വിചാരണ ചെയ്തുകൊള്ളുക. വസിനു അൽമാലക്കും ഖബ്ല അൻ തുഹ്സന അലൈക്കും. നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങളുടെ കർമ്മങ്ങൾ ത്രാസിൽ തൂക്കുന്ന ഒരു അവസരം വരും കേട്ടോ. അത് നിങ്ങളായിട്ട് നോക്കി നിൽക്കും. അവിടെ നിങ്ങൾക്ക് താങ്ങായിട്ട് വേറെ ആരും ഉണ്ടാവില്ല. നിന്റെ ത്രാസ് കനം തൂങ്ങുമോ തൂങ്ങില്ലേ എന്നത് നിന്നെ വല്ലാതെ അങ്ങ് സ്വാധീനിക്കും. വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ ആ ത്രാസിന്റെ ബാലൻസ് അതിന്റെ ഫലകം, അതിന്റെ ആ സ്കെയിൽ ഇങ്ങനെ ഇളക്കം വരുന്നത് നിങ്ങളുണ്ടാക്കുന്ന സന്ത്രാസം വളരെ വലുതായിരിക്കും. അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ വസിനും അൾമാലേക്കും ഖബ്ല തുഹ്സന അലൈക്കും, നിങ്ങളെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ കർമ്മങ്ങൾ തൂക്കി നോക്കുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം നിങ്ങളുടെ കർമ്മങ്ങളെ തൂക്കി നോക്കുക. എത്ര ചെയ്തു കഴിഞ്ഞ ജീവിതത്തിൽ, ഇനി എത്രയുണ്ടെന്ന് അറിയില്ല. അതുകൊണ്ട് ഇത്തിരി ഗൗരവത്തോടെ ജീവിതത്തെ സോദരി, ഈ അർമാദങ്ങളും ആഘോഷമൊക്കെ വിടാൻ, എല്ലാം ആഘോഷമായ സമുദായത്തിന് മലബാറിൽ പ്രത്യേകിച്ചു. അതൊരു ലോകകപ്പ് ഫുട്ബോളും ആഘോഷമാണ്. കളി കളിക്ക് വേണ്ടിയാണോ, കളി വിനോദത്തിന് വേണ്ടിയാണോ, കളി കാര്യത്തിനും കളിയിലും കാര്യവും വേണോ എന്ന ചിന്ത പോലും ഈ തലമുറയെ സ്വാധീനിക്കില്ല. അതുകൊണ്ട് ഒരുപാട് പണം അതിന് ചെലവഴിക്കും. അതിന്റെ പേരിൽ അടിയും ഇടിയും ഉദ്ദാട്ടങ്ങളും ഉണ്ടാകും. അങ്ങനെ പലത് സംഭവിക്കും. ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്നും കളിയിലും ഒരു കാര്യമുണ്ടെന്നും പഠിപ്പിച്ച ഒരു മഹാപ്രവാചകന്റെ ഉത്ബോധനത്തെ സ്വലാത്ത് ഹൽക്കകളിൽ പങ്കെടുക്കുന്നവർ പോലും മറന്നു പോകും. അങ്ങനെ സ്വലാത്തിൽ എണ്ണം തകർക്കാൻ രാത്രിയും പകലും ഒക്കെ മറ്റു കാര്യങ്ങൾ മാറി നിന്നിട്ട് ഇവിടെ കൂടിയിരിക്കുന്നവർ ഈ യാഥാർത്ഥ്യം മറന്നു പോകും. അപ്പൊ റോഡ് നിറയെ ഫ്ലക്സും അതിന്റെ പേരിൽ അർമാദങ്ങളുമായിട്ട് അങ്ങനെ ഒരു സമൂഹം ഒരു ഗൗരവമില്ലാതെ മുന്നോട്ട് പോകുന്നുവെങ്കിൽ ഈ ഗൗരവമില്ലായ്മയാണ് ഈ സമുദായത്തിന്റെ കുഴപ്പത്തിൽ വിനയപുരസ്സരം മനസ്സിലാക്കുക. പക്ഷേ നാം നിസ്സാരമായി കാണുന്ന കാര്യങ്ങളിൽ വളരെ കൃത്യതയോടുകൂടി ഗൗരവത്തെ ചേർത്ത് വെച്ചുകൊണ്ടാണ് തമ്പുരാൻ സംസാരിച്ചതെന്നുള്ള കലണ്ടർ പറയുമ്പോൾ ദീനുൽ ഖയ്യിമ, ഇത് ദീനാണ് കേട്ടോ. ഇതാണ് ശരിയായി പഠിപ്പിച്ചത്. സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ച മുസ്ലിം ലോകം ഒരു പുതുവർഷത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഏത് മാസത്തിന് ശേഷം? ദുൽഹജ്ജ് മാസത്തിന് ശേഷം. നേരത്തെ പറഞ്ഞ പോലെ ഒരു മഹാസമ്മേളനം അവിടെ നടന്നു, അറഫയിലും മിനയിലും ഒക്കെ ആയിട്ട്. ആ സമ്മേളനത്തിൽ വളരെ കൃത്യതയുള്ള വർത്തമാനങ്ങൾ നേതൃത്വം കൊടുക്കാൻ നിയുക്തരായ ആളുകൾ നേരെ കൊടുത്തിരുന്നു പഴയ കാലത്ത്.
അതുകൊണ്ട് അറഫയിലെ പ്രവാചകന്റെ പ്രസംഗത്തിന്റെ ഉള്ളടക്കം, ഇവിടെ നടന്ന പൊതുവെ ഖുലഫാഉർ റാഷിദീങ്ങളായ ഖലീഫമാരുടെ കാലഘട്ടത്തിലെ അറഫയിലെ മിനയിലെ പ്രഭാഷണത്തിന്റെ ഉള്ളടക്കങ്ങൾ, അതിന്റെ കാമ്പും കഴമ്പും അതിന്റെ ഗൗരവവും. അതിനുശേഷം അമവി, അബ്ബാസി, ഉസ്മാനി ഖലീഫമാരുടെ കാലഘട്ടത്തിൽ, അങ്ങനെയാണ് ഇസ്ലാമിന്റെ ചരിത്രം മുന്നോട്ട് വന്നിരിക്കുന്നത്. ആ കാലഘട്ടത്തിലെ മഹാരഥന്മാരായ അമീറുമാർ, ഭരണാധികാരികൾ, മഹാരഥന്മാരായ ഉലമാക്കൾ, പണ്ഡിതന്മാർ, അവരെ ഹജ്ജിന്റെ ഇമാമത്ത് വഹിച്ച കാലത്ത് അവർ നടത്തിയ പ്രഭാഷണ കർമ്മങ്ങളും നമ്മൾ കേട്ടുകഴിഞ്ഞു. അങ്ങനെ ഗൗരവമുള്ള ഒരു രീതിയിൽ ഒരു മുസ്ലിം സമൂഹം ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് കൃത്യമായ പ്രതിവിധിയും വെളിച്ചവും നൽകിയിട്ട് ആദർശപരമായി കരുതലാക്കി പൈശാചികളും പൊരുതാൻ ജംറാത്തിലെ ഏറുകളിലൂടെ വീര്യം നേടിയെടുത്തിട്ട് ഈ ഹാജിമാരും ഹാജകളും അവരുടെ നാട്ടിലേക്ക് വന്നിരുന്നുവെങ്കിൽ ദുൽഹജ്ജ് കഴിഞ്ഞ് മുഹറത്തിൽ ഒരു പുതിയ ഊർജ്ജം ഉണ്ടാകുവാൻ സമുദായത്തിൽ. ആ ഹജ്ജിന്റെ മിനയിലെ അവസാനത്തെ 3 ദിനങ്ങളിൽ മുസ്ലിം സമുദായം സ്വീകരിക്കേണ്ട സ്ട്രാറ്റജി, നടപടിക്രമങ്ങൾ, രീതിശാസ്ത്രം, അവർ സ്വീകരിക്കേണ്ട രീതികൾ, ശൈലികൾ, ഈ ഉമ്മത്തുമായി ബന്ധപ്പെട്ട മർമ്മങ്ങൾ, വിവരങ്ങൾ, പരസ്പര സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ, ഉദാത്തമായ ഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം അനുഭവിക്കുന്ന പ്രശ്നങ്ങളെല്ലാം നേരെ ചുമൽ ചർച്ച ചെയ്തിരുന്നുവെങ്കിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകണം, അടുത്ത 1 വർഷത്തേക്കുള്ള കൃത്യമായ കാഴ്ചപ്പാടുമായി ഹാജിമാർ നമ്മിലേക്ക് വരുമായിരുന്നു. ഈ പുതുവത്സരം എത്ര സുന്ദരമാകുമായിരുന്നു. അങ്ങനെ ഒരു സ്വപ്നം നിങ്ങൾക്കുണ്ടാകുമോ? എന്തേ അങ്ങനെ ഒരു സ്വപ്നമില്ലാതെ പോയത്? ദുൽഹജ്ജിലെ ഹജ്ജ് കഴിഞ്ഞിട്ട് ആളുകൾ ഇങ്ങനെ വരുന്നതോടുകൂടി ലോകാടിസ്ഥാനത്തിൽ അവിടെ നടന്ന പണ്ഡിത സഭകളുടെ ചർച്ചയുടെ ഒടുവിൽ കിട്ടിയ വെളിച്ചവുമായി മുസ്ലിം ലോകം ഒരു പുതിയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പുതിയ വർഷത്തിലേക്ക് കടക്കുകയാണ് മുഹറത്തിൽ. അങ്ങനെയാണ് അതിന്റെ ക്രമം. അതുകൊണ്ട് ആ ദുൽഹജ്ജ് കഴിഞ്ഞിട്ട് മുഹറം, പുതുവത്സരം വരുന്നത്. പ്രവാചകൻ തന്നെ പഠിപ്പിച്ച ആ രീതിക്ക് വ്യത്യാസം ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ കുറെ കാലം വരേക്കും, ഈ അവസാനത്തെ ഖിലാഫത്തിന്റെ സംവിധാനത്തിന്റെ ആ സമയം വരേക്കും സൗദി അറേബ്യ വഹാബിസം അഥവാ സലഫിസം എന്ന ആദർശത്തിന്റെ അടിത്തറയിൽ പുനഃസംവിധാനിക്കപ്പെട്ടത്. അങ്ങനെ തന്നെയാണ് ആ സമൂഹം മുന്നോട്ട് പോയത്. ഇത് പഠിക്കേണ്ടത് ഒരു പാഠമാണ്. അങ്ങനെ സൗദി സംവിധാനത്തിൽ ആ വിശാലമായ രാഷ്ട്രത്തിൽ നജിദ് ഭാഗത്ത് പ്രഥമ സൗദി ഭരണാധികാരിയായിരുന്ന അമീർ മുഹമ്മദ് ബിൻ സൗദും വഹാബി പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും ചേർന്ന് ധാരണ ഉണ്ടാക്കി. ആ ധാരണ അടിസ്ഥാനത്തിൽ 1157 ഹിജ്റ 1057 ഹജ്ജിന്റെ നേതൃത്വം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ കയ്യിലായിരുന്നു. മക്കയും മദീനയും കൂടി ഈ നജിദ് പ്രവിശ്യക്ക് വിധേയമായപ്പോൾ സൗദി രാഷ്ട്ര സംവിധാനത്തെ വഹാബി പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ പറഞ്ഞ പ്രവാചക ചര്യക്കനുസൃതമായി, പുലപ്പാചര്യക്കനുസൃതമായി മുസ്ലിം സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ ചർച്ചയുടെ ഇടമായിട്ട് തന്നെ ഹജ്ജിനെ കൊണ്ടുപോയി. നിങ്ങൾ ചരിത്രം പഠിക്കുക. അന്നത്തെ സൗദിയിൽ നിന്ന് ഇന്നത്തെ സൗദിയിൽ നിന്ന് മാറ്റവും പഠിക്കാൻ വേണ്ടി തന്നെ ബോധവും പറഞ്ഞതാണ്. ഇങ്ങനെയായിരുന്നു ചരിത്രം. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം നേതൃത്വം കൊടുത്ത ആ സന്ദർഭത്തിൽ അവിടെ നടന്ന മിനയിലെ, അറഫയിലെ പ്രസംഗങ്ങളിലും പ്രഭാഷണങ്ങളിലും നിർദ്ദേശങ്ങളിലും സൗദി ഭരണാധികാരിയും ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയും കൂടിയിട്ട് 3 കാര്യങ്ങൾ ഊന്നിയുള്ള ഉത്ബോധനങ്ങളും വർത്തമാനങ്ങളും നടത്തിയെന്നാണ് ചരിത്രമാണ് ഈ പറയുന്നത്. അതിലൊന്ന് ആദർശ വിശദീകരണവും അതുമായി ബന്ധപ്പെട്ട സംവാദങ്ങളുമായി. കാരണം വഹാബിസം എന്നത് ആളുകളെ കാഫിറാക്കുന്ന പ്രസ്ഥാനമാണെന്ന് ആ സമയത്ത് ലോകത്തുടനീളം പ്രചാരണങ്ങളുണ്ടായി. അവർ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥയെ മാറ്റിമറിക്കുന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ എന്താണ് ഈ പ്രസ്ഥാനം, അതിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് കൃത്യമായ സമൂഹത്തെ ബോധവൽക്കരിക്കാൻ ഈ വേളയെ ഉപയോഗപ്പെടുത്തി. ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങളിലും ഈമാൻ കാര്യങ്ങളും ഞങ്ങളുടെ ആദർശം ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വെച്ച് വഹാബി പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ പ്രസംഗിച്ചു. ഞങ്ങൾ അല്ലാഹുവിലും മലക്കുകളിലും കിതാബുകളിലും പ്രവാചകന്മാരിലും പരലോകത്തിലും നന്മത്തിന്മയുടെ ഖദറിലും വിശ്വസിക്കുന്നു. പ്രബോധനത്തിലൂടെയും ശിർക്കിനെ ഇല്ലാതാക്കുന്നതിലൂടെയും ഞങ്ങൾ പരസ്യമാക്കിയ കാര്യങ്ങൾ മുസ്ലിങ്ങളെ കാഫിറാക്കാനല്ല, മറിച്ച് സലഫുസ് സ്വാലിഹികൾ മുൻഗാമികൾ എന്തൊന്നിലാണ് നിലകൊണ്ടത് അതിനെ പുനർജീവിപ്പിക്കാൻ വേണ്ടിയാണെന്ന് കൃത്യമായി അദ്ദേഹം മക്കയിലുള്ള മുഴുവൻ മനുഷ്യനെ ഉത്ബോധിപ്പിച്ചതാണ്. അപ്പൊ ആദർശത്തിന്റെ അടിത്തറയിൽ ശിർക്കിൽ നിന്ന് മുക്തമായ ഒരു നല്ല സാമൂഹ്യ ക്രമത്തിന്റെ ബലത്തിൽ നിൽക്കാൻ മുസ്ലിങ്ങളെ കരുത്താക്കുന്ന ഒരുപാട് ഉത്ബോധനങ്ങൾ നമുക്ക് സമയത്തിന്റെ പരിമിതിയുണ്ട്. രണ്ടാമതായി സൗദി ഭരണാധികാരി അവിടെ നടത്തിയ പ്രസംഗത്തിൽ
അന്ന് മുസ്ലിം ലോകം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു ഹജ്ജിന് വരുന്ന ആളുകളെ കൊള്ളയടിക്കുന്ന കൊള്ള സംഘങ്ങളും നാട്ടുകൂട്ട പ്രമാണിമാരും പ്രാദേശികമായ സൈനിക സംവിധാനമൊക്കെ. ഇന്നത്തെ പോലെയല്ല യാത്രാ സംവിധാനം. അതുകൊണ്ട് അതിൽ നിന്ന് പൂർണ്ണമായ സുരക്ഷ നൽകിക്കൊണ്ട് ആ മക്കയിൽ വരുന്ന എല്ലാ മനുഷ്യരും നിർഭയത്വം ഉളവാക്കാൻ ഉതകുന്ന ഭരണ പരിഷ്കരണ നടപടിയെ കുറിച്ചുള്ള പ്രസംഗമായിരുന്നു സൗദി ഭരണകൂടത്തിന്റെ. അദ്ദേഹം നടത്തിയ പ്രസംഗത്തെ കുറിച്ച് നിങ്ങൾ കേൾക്കണം. അതിന്റെ ആദ്യ ഭാഗം ജനങ്ങളോട് സൗദി ഭരണാധികാരി സംസാരിച്ചു. പെരുന്നാൾ ദിനം എവിടെ? ദുൽഹജ്ജ് 10 എവിടെ? മിനയിൽ. അറഫാ പ്രസംഗം മാത്രമല്ല, മിനയിലും പ്രസംഗം ഉണ്ടായിരുന്നു. അതിനായി ഉദാഹരണം പറഞ്ഞേ. അറഫയിൽ ഇപ്പൊ ലെമീറാപ്പള്ളിയിൽ പ്രസംഗം നടക്കും. കേട്ടവർ കേട്ടു, കേൾക്കാത്തവർ കേട്ടില്ല. ഇത്രയൊക്കെ താല്പര്യമുള്ളവൻ അത് ഓൺലൈനിൽ കേട്ട് അത് കഴിഞ്ഞ് പിന്നെ ഒരു വർത്താനമില്ല. പിന്നെ എല്ലാവരും കല്ലേറും കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ കോലത്തിൽ 3 ദിവസം കഴിച്ചു കൂട്ടുക. മിനയിൽ ദുൽഹജ്ജ് 10 പെരുന്നാൾ ദിവസം സൗദി ഭരണാധികാരി സംസാരിക്കുക. പ്രസംഗത്തിലെ ഭാഗം ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറുമുള്ള എല്ലാ തീർത്ഥാടകർക്കും അദ്ദേഹം സുരക്ഷ ഉറപ്പു നൽകി. മക്കയിലെ ഷെരീഫുമാർ, മക്കയിലെ ഗോത്രപ്രമാണിമാർ ഹാജിമാരുടെ മേൽ അന്യായമായി ചുമത്തുന്ന എല്ലാ നികുതികളും ഒഴിവാക്കിക്കൊണ്ട് അത്തരം പിടിച്ചു വരുന്ന അത്ര ശക്തമായി കൈകാര്യം ചെയ്യുന്ന നിയമങ്ങൾ പ്രഖ്യാപിച്ചു. ഇതെല്ലാം അദ്ദേഹത്തിന്റെ ഈ പ്രഖ്യാപനങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രസംഗം എന്ന ഇബ്നു ബശറിന്റെ ഗ്രന്ഥത്തിൽ കൃത്യമായിട്ട് വായിക്കാം. ആ പ്രസംഗം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും നിസ്കാരത്തിൽ ശബ്ദം പറഞ്ഞ് പഠിപ്പിക്കലായിരുന്നില്ല അവിടെ. അത് പഠിപ്പിക്കേണ്ടതല്ല. അന്നത്തെ മുസ്ലിം ലോകം അനുഭവിക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഭരണകൂടത്തിന്റെ നയപ്രഖ്യാപനങ്ങൾ നടക്കുന്ന പാർലമെന്റ് പോലെ താരതമ്യങ്ങൾ നമുക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്നത്. അങ്ങനെ ദീൻ അകന്നു പോയത് കൊണ്ട് നമുക്ക് ഇത് കേൾക്കുമ്പോൾ അതൊക്കെ ദീനുമായിട്ട് ബന്ധപ്പെടുന്നത് പോലും അസ്വസ്ഥ ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക്, അസ്കത ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ചിന്തകൾ മാറ്റപ്പെട്ടു. നമ്മെ ആരോ നന്നായിട്ട് വഞ്ചിച്ചു. അതുകൊണ്ട് ദീനാണെന്ന് പറഞ്ഞാൽ പോലും ബോധ്യം വരില്ല. മൂന്നാമത് അതിലെ ഊന്നൽ, ആ ഹജ്ജിലെ ഊന്നൽ, ശേഷമുള്ള അബ്ദുൽ വഹാബ് റഹിമുള്ളാഹിയുടെ കാലത്തെ ഹജ്ജിന്റെ ഊന്നൽ അനാചാരങ്ങൾക്കും ശിർക്കിനുള്ള ബോധവൽക്കരണങ്ങളായിരുന്നു. മിനയിലെ ദിനങ്ങളെല്ലാം സജീവമായിരുന്നു. അതാണ് അർത്ഥം. അന്ന് മക്കയിലെ അവസ്ഥ എന്താ? സൗദി ഭരണകൂടത്തിന്റെ കീഴിൽ അബ്ദുൽ വഹാബ് റഹിമുള്ളാഹി ആ സംവിധാനത്തെ ശരിയായി പുനഃക്രമീകരിക്കുന്നതുവരെ ഒരുപാട് അനാചാരങ്ങളുണ്ടായിരുന്നു അവിടെ. മക്കാം ഇബ്രാഹിം നിസ്കരിക്കാനാണ് നിർദ്ദേശം. മക്കാം ഇബ്രാഹിം മുസല്ല. പക്ഷെ അവിടെ ഒരുപാട് മക്കാം ഉണ്ടായിരുന്നു. ഓരോ മസ്ഹബിന് ഓരോ ഇമാം താഴെ ചുറ്റും. എന്നിട്ട് ഓരോ മസ്ഹബിന്റെ ഓരോ ഇമാമ് വേറെ വേറെ സ്ഥലത്ത് നിസ്കരിക്കുക. ഇതൊക്കെ നടന്നിരുന്നു അവിടെ. അതില്ലാതാക്കിയത് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ കീഴിൽ ഈ ഭരണകൂടമാണ്. ഇപ്പൊ ഒരു ഇമാമേ ഉള്ളൂ അവിടെ. അങ്ങനെ ഒരുപാട് പരിഷ്കാരങ്ങൾ, സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ നേരത്തെ നേരെ അഡ്രസ് ചെയ്തുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ ഐക്യത്തിൽ ഊന്നി ഈ സമുദായത്തെ ആകർഷകമായി സംഘടിപ്പിച്ച് നേരെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ ആ കാലത്തും ഭംഗിയായി നടന്നിരുന്നു. പിന്നെ സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു. ഇന്ന് അങ്ങനെ ഒരു ഹജ്ജ് ഉണ്ടോ മക്കയിൽ? സലഫിസവും വഹാബിസവും തന്നെയാണ് സൗദിയുടെ ആദർശം, നമുക്കറിയാം. പക്ഷെ അതിൽ നിന്ന് അവർ പോലും പിറകോട്ട് പോയി. അതിന്റെ തനതു ശൈലിയെ കൈയൊഴിഞ്ഞു, അതിന്റെ ആത്മാവിനെ ഊരിക്കളഞ്ഞു. അങ്ങനെ ഈ സംഗതി ഇന്ന് എത്തിയ കോലത്തിൽ ദുൽഹജ്ജ് 10 ബലി കഴിഞ്ഞാൽ, മുടിയെടുത്തു കഴിഞ്ഞാൽ, പിന്നീട് 11, 12, 15 ശരീഫിൽ ഈ ഏറും കൊണ്ട് ഇരിക്കുകയാണ് ഹാജി. അത് കഴിഞ്ഞാൽ മൂപ്പരിങ്ങനെ തിരിച്ചു. ഒന്നും കിട്ടിയില്ല, ആരും ഒന്നും കൊടുത്തില്ല, ഒന്നും അറിഞ്ഞില്ല, അടുത്ത ജീവിതങ്ങൾ അറിഞ്ഞില്ല, ഈ സമുദായത്തിന്റെ പ്രശ്നങ്ങൾ അറിഞ്ഞില്ല. 165 രാഷ്ട്രങ്ങൾ അത് ഒത്തുകൂടിയിട്ട് ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ ഒരു ഉമ്മത്ത്, ഞങ്ങളൊരു ഉമ്മത്താണെന്ന ബോധ്യം പോലും ഈ സമുദായത്തിന് ഉണ്ടായില്ല. ആ പറഞ്ഞ പോലെ മദ്ഹബിന്റെ പേരിൽ, ഇസങ്ങളുടെ പേരിൽ, സംഘടനകളുടെ പേരിൽ, രാഷ്ട്രത്തിന്റെ പേരിൽ, ദേശത്തിന്റെ പേരിൽ, അറബ് വംശയുടെ പേരിൽ, അനർബ് വംശത്തിൽ, ഇങ്ങനെയൊക്കെ ആയിട്ട് ഈ സമുദായം ഹജ്ജ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തുമാത്രം ദുരന്തമാണ് കൂട്ടരെ സംഭവിച്ചെന്ന് അറിയാൻ ഇങ്ങനെയല്ലാതെ വേറെ ഒരു രീതി സാധ്യമല്ല. അതുകൊണ്ടാണ് ഈ ചരിത്രങ്ങൾ ഇങ്ങനെ പറയുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഈ മഹാസംഗമത്തെ എന്തേ ഇങ്ങനെ ആക്കിയത്? ആരാ ഇങ്ങനെ ആക്കിയത്? അടിസ്ഥാന കാരണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. കാരണം ഹജ്ജ് എന്ന് കേവലം ആരാധന മാത്രമായി കണ്ടു നമ്മുടെ ആളുകൾ അങ്ങനെ പഠിപ്പിച്ചു. അതിന് ആരാധന, ആത്മസംസ്കാരത്തിന്റെ ഒരു മാർഗം. എന്തിനാ ഹജ്ജിന് പോകണം? പാപങ്ങളൊക്കെ പുറത്തു വിട്ട് തിരിച്ചു വരാൻ.
ഇതിന് വന്നിട്ട് എന്താ കാര്യം? പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല. എല്ലാവരും കുറിച്ചും അല്ല കേട്ടോ. ഇത് അങ്ങനെ ഒരു കേവലം ആരാധനയായി ചടങ്ങാക്കിനെ മാറ്റിക്കളഞ്ഞു. ഒരു ആത്മീയമായ വശം മാത്രമേ മനസ്സിലാക്കിയുള്ളൂ. ഹജ്ജിന്റെ സാമൂഹിക വശം മനസ്സിലാക്കിയില്ല. എല്ലാ ആരാധനകളും സാമൂഹികമായ വശം. നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുക, ആദ്യം വന്നവനാ ആദ്യത്തിൽ സ്ഥാനം. ആദ്യം വന്നതിന് മാറിയിരിക്കുന്നവരുടെ കുഴപ്പമാണ്. ആദ്യം വന്നവനാ മുമ്പിലെ സഫിൽ ഇടം. മുമ്പിലെ സഫിനാണ് പ്രാധാന്യം. മുമ്പിലെ സഫിൽ ഇരിക്കുന്ന ഒരു സാധു മനുഷ്യൻ ഈയൊരു പാളയത്ത് ഇമാമായപ്പോ കണ്ട കാഴ്ചയാണ്. ആദ്യം വരുന്ന ഓഫീസിലെ ഗുമസ്തനാണ്. അവൻ മുമ്പിലെ സഫിലുണ്ടാകും. അവന്റെ ഓഫീസിലെ വലിയ ഔദ്യോഗിക വാഹനവും പോലീസ് അംഗമുള്ള ഉദ്യോഗസ്ഥൻ തൊട്ട് ബാക്കിലെ സഫിലാണ്. സുജൂദിൽ ഈ പാവൻ ഗുമസ്തന്റെ കാലുകീഴായി ഈ ചങ്ങാതി തലവെച്ചിരിക്കുന്നത്. അതതിന്റെ സാമൂഹ്യ വശ. നീ കൈകെട്ടി നിൽക്കണോ? നമ്മളൊക്കെ കൈകെട്ടി നിന്നു. അള്ളാഹ് പറഞ്ഞു കുനിഞ്ഞു കൂടി. പിന്നീട് പറഞ്ഞു നീ നിന്റെ തല വിട്ട് നിലത്ത് സാഷ്ടാംഗ പ്രണാമം സുജൂദ്. ഇപ്പൊ നീ എവിടെയാണ് തല വെച്ചിരിക്കുന്നത്? മുമ്പിലെ സഫിലെ സാധാരണക്കാരന്റെ കാലുകളുടെ തല. അടുത്ത വലിയ പണക്കാരൻ, ഉയർന്ന ഉദ്യോഗസ്ഥൻ, ആരോ ആവട്ടെ, നിങ്ങൾ മനുഷ്യരാണ്. അഹങ്കരിക്കാൻ നിനക്ക് എന്താ അവകാശം? നിങ്ങളെല്ലാവരും തുല്യരാണ്. എന്റെ മുമ്പിൽ നിങ്ങൾ ഒന്നാണ്. അതിന്റെ സാമൂഹ്യ വശം. ആരാധനയ്ക്ക് ഇങ്ങനെ രണ്ട് വശമുണ്ട്. എല്ലാ ആരാധനക്കും അങ്ങനെയുണ്ട്. ഹജ്ജിന്റെ ആരാധന ആത്മീയ വശം മാത്രം പഠിപ്പിക്കുകയും അതിന്റെ സാമൂഹിക വശം പഠിപ്പിക്കാതെ പോവുകപ്പോൾ ഹജ്ജിനെ ഈ കോലത്തിലാക്കിയെടുത്തു. അങ്ങനെ ഈ സംവിധാനത്തെ ഇങ്ങനെ നശിപ്പിച്ചു കളഞ്ഞു നമുക്ക് വേണ്ടപ്പെട്ടവർ. അതുകൊണ്ട് നമ്മൾ പഠിച്ച പ്രവാചകന്റെ കാലം മുതൽ ഇങ്ങോട്ട് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ കാലത്തും തുറന്നിരുന്ന ഹജ്ജ് ഇപ്പോൾ ഇല്ല. അങ്ങനത്തെ വിനയോ അറഫയോ ഇന്ന് ലഭ്യമല്ല. അങ്ങനെ സംഭവിച്ചു പോയി. രണ്ടാമതായിട്ട് രാഷ്ട്രീയ വിലക്കുകൾ. സൗദി ഭരണകൂടത്തിന്റെ വിലക്കുകളാണ്. അവിടെ സംസാരം പാടില്ല, കൂടിയിരിക്കാൻ പാടില്ല. നിങ്ങൾ സംസാരിക്കുന്ന സംസാരം കേൾക്കാൻ അവിടെ ആളുകളുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് ഹജ്ജിന് പോയിട്ട് ഹാജിമാർ താമസിക്കുന്ന ബിൽഡിങ്ങുകൾക്ക് ഇടയിലൂടെ ഒഴിഞ്ഞ സ്ഥലത്ത് മലയാളി ഹാജിമാർ ഗവൺമെന്റ് ഗ്രൂപ്പിൽ എത്തിരിക്കുക. ഒന്നും അറിയില്ല പലർക്കും. അവിടുത്തെ നല്ലവരായ കുറച്ച് പേര് കൂടിയിട്ട് അവരെ പിടിച്ചിരുത്തി ഒരു പ്രസംഗം വെച്ചു. ഈ ഉള്ളവർ സംസാരിക്കുക. അപ്പൊ സംഘാടകനായ അവിടെ ജോലി സുഹൃത്ത് പറഞ്ഞു, ഞാൻ ഇങ്ങനെ സിഗ്നൽ തരുമ്പോ നിങ്ങൾ അപ്പൊ ആയത്തുകൾ മാത്രമേ ഓതാവുള്ളൂ, അല്ലെങ്കിൽ പ്രശ്നം. എത്രയോ കൊല്ലം മുമ്പത്തെ കഥയാണ്. അങ്ങനെ അയാളെ കണ്ണും കാതുള്ള മനുഷ്യനാണ്. മുപ്പരപ്പുറത്തിന് തലയിൽ കൈവച്ച് ഇങ്ങനെ കാണിച്ചു. അപ്പൊ ഞാൻ ഒരു ആയത്തുകൾ മാത്രം ഓതി ഹജ്ജിന്റെ. കാരണം പോലീസ് വന്നിരിക്കുക, മഫ്തി ഹജ്ജിനെ കുറിച്ചുള്ള ക്ലാസ്സാണ്. മിനയിലും അറഫിൽ എന്ത് ചെയ്യണമെന്നാ പഠിപ്പിക്കണേ. എങ്കിൽ പോലും പ്രശ്നം. എന്ന് കേട്ട ആള് മലയാളിക്ക് ഇരുന്നുകൊണ്ട് പോയി. കാരണം അറബിയല്ലേ പറയേണ്ടത്, കുഴപ്പമൊന്നുമില്ല, ഒന്നും പറയാൻ പറ്റില്ല. ഭരണകൂടങ്ങൾ ഇങ്ങനെ ഈ സംവിധാനം നശിപ്പിക്കുന്നത്. അതുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങളോ പ്രകടനങ്ങളോ ഫലസ്തീൻ കിഫായയോ ഫലസ്തീനിന്റെ പ്രശ്നങ്ങളോ ഒന്നും അവിടെ ചർച്ചയ്ക്ക് വരാൻ പാടില്ല. അങ്ങനെ ഭരണകൂടങ്ങൾ ഈ കോൽ നശിപ്പിച്ചു കളഞ്ഞു. ഇതിനെല്ലാം കൊണ്ടു നടക്കുന്ന ഒരു കൂട്ടായ നേതൃത്വ സങ്കല്പത്തെ തന്നെ ഇല്ലാതാക്കി. ഒരു കൂട്ടായ നേതൃത്വം ഉണ്ടായിരുന്നു മുസ്ലിം സമൂഹത്തിൽ. ഖലീഫ ഉണ്ടായിരുന്നു. ഉസ്മാനിയ ഖിലാഫത്തിലെ അവസാനത്തെ ഖലീഫയെ നശിപ്പിച്ചിട്ടാണ് തുർക്കിയിൽ ഖിലാഫത്തിന് അവസാനിപ്പിച്ച മുസ്ലിം നാമധാരിയായ കമാൽ അത്താതുർക്ക് ബ്രിട്ടന്റെ പിന്തുണയോടെ അതിലില്ലാതാക്കി. ഓരോ രാഷ്ട്രങ്ങൾക്കും ഓരോ കാഴ്ചപ്പാട്. ജിയോ പൊളിറ്റിക്സ്. ഓരോ രാഷ്ട്രത്തിന്റെയും പൊളിറ്റിക്സ് ആണ് നടക്കുന്നത്. അത് മിണ്ടാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. മുസ്ലിം സമുദായം ഒരു ഉമ്മത്തായി നിന്നുകൊണ്ട് ഈ സമുദായത്തിന്റെ പ്രശ്നങ്ങളെ പ്രശ്നങ്ങളായി കണ്ടുകൊണ്ട്, നമ്മുടെ സ്വന്തം സഹോദരന്മാരുടെ വേദനകളായി കണ്ടുകൊണ്ട്, ഒരു ശരീരം പോലെ ശരീരത്തിൽ കണ്ണിലെ വേദന ശരീരം മൊത്തം വേദനിക്കും, തലക്ക് വേദന വന്നാൽ ശരീരം മൊത്തം വേദനിക്കും. ഇങ്ങനെ ഒറ്റ ശരീരം പോലെ സമുദായം ഉമ്മത്തായി മുന്നോട്ട് പോകേണ്ട കാഴ്ചപ്പാടിനെ ഇല്ലാതാക്കി. അതുകൊണ്ട് ഒരു പ്രശ്നമല്ല. തമ്പുരാക്കന്മാരെ ഇവിടത്തെ ഭരണാധികാരി പോയി കെട്ടിപ്പിടിക്കും. അവർ നന്നായിട്ട് കെട്ടിപ്പിടിക്കും, അത്ര പൂശിയിട്ട്. ഇവിടെ പള്ളികൾ ബുൾഡോസിൽ നശിപ്പിക്കുമ്പോ അവിടെ 1 ഏക്കറില്ല 10 ഏക്കർ കൊടുക്കും. ഒരിക്കൽ പോലും പറയില്ല ഞങ്ങളുടെ പള്ളികൾ നശിപ്പിക്കരുത് കേട്ടോ. ഇവിടെ ക്രൈസ്തവ സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ യൂറോപ്യൻ രാഷ്ട്രങ്ങളെ ഭരണാധികാരികളുടെ വാണി കൊടുക്കും, ചെയ്യരുത് എന്ന്. പക്ഷെ ഇവിടെ മുസ്ലിം സമുദായം അനുഭവിക്കുന്ന ഒരു അറബി തമ്പുരാനും മിണ്ടില്ല. എന്തൊരു ഗതികളിലാണ് നമ്മൾ എത്തിപ്പെട്ടത്. ഇത്രത്തോളം ഒന്നുമല്ലാത്ത അവസ്ഥയിൽ 19 രാഷ്ട്രങ്ങൾ ഇസ്ലാമിന്റെ പേര് നിലകൊള്ളുന്ന ഒരു ഭൂമിയിൽ മുസ്ലിം സമൂഹം അനുഭവിക്കുന്ന ദുരന്തം എത്രയാണ്.
പലപ്പോഴും നിങ്ങൾ ആലോചിച്ചു അള്ളാഹ് ഇറങ്ങി വന്ന് രക്ഷിക്കുന്നു വിചാരിച്ചിരിക്കുക. അങ്ങനെ അള്ളാഹുവിന് നിലപാടില്ല. നിങ്ങളായിട്ട് ചെയ്തത് നിങ്ങൾ അനുഭവിച്ചേ പറ്റൂ. അതുകൊണ്ട് സഹോദരന്മാരെ, കൂട്ടായത്തിന് അഭാവം ഇതെല്ലാം കൂടി സംഭവിച്ചു. അങ്ങനെ ഇന്നത്തെ അവസ്ഥയിൽ ഈ ഹജ്ജ് അല്ലാത്ത പക്ഷം ഒരു മുഹറം മാസത്തിൽ ഈ പുതിയ മത്സരക്കറിയിൽ ഈ മുസ്ലിം സമുദായം എത്ര കരുത്തോടെയായിരിക്കും നിലകൊള്ളുക. ഞങ്ങളുടെ പണ്ഡിതന്മാർ, ഞങ്ങളുടെ ഭരണാധികാരികൾ, ഞങ്ങളുടെ നായകന്മാർ അവരെ ഹജ്ജിന് ഒത്തുകൂടിയിട്ട് ഞങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇന്ന പ്രതിവിധികൾ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങനെയാണ് മുന്നോട്ട് പോകുക. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ മഹല്ലുകളിൽ, നമ്മുടെ മെമ്പറുകളിൽ, നമ്മുടെ കൂട്ടായ്മ സംഘടനകളൊക്കെ ചർച്ച വരും. ഹജ്ജിൽ ഇങ്ങനെ തീരുമാനം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇന്ത്യയിലെ മുസൽമാൻ ഇന്ന നിലപാട് സ്വീകരിക്കണം, അവർ ഇന്ന വിഷയങ്ങളിൽ ഒന്നിച്ചു നിൽക്കണം, അവിടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ, ഇന്ന പ്രദേശത്തെ മുസൽമാൻകൾ ഇന്ന സേവനം ചെയ്യണം. അങ്ങനെ ഓരോ രാജ്യത്തിന്റെയും അവസ്ഥക്കകത്ത് അതിന്റെ അവസ്ഥാന്തരങ്ങളെ അറിഞ്ഞുകൊണ്ട് കൃത്യമായ സ്ട്രാറ്റജിയുമായിട്ട് ഹജ്ജ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രതിനിധികൾ നാട്ടിലേക്ക് തിരിച്ചു വരും. നമ്മുടെ പണ്ഡിതന്മാർ, ഒരുപാട് പണ്ഡിതന്മാർ സൗദി വിളിച്ചു കൂട്ടി ഹജ്ജിന് വെറുതെ വിസ കൊടുത്തിട്ടുണ്ട്. അവരുടെ പോയിട്ട് സെൽഫി എടുത്തിടാറുണ്ട്. നമുക്ക് ഈ പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ വിളിച്ചു കൂട്ടി നേരെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു എങ്കിൽ മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ മാറുമായിരുന്നു. നമ്മെ ഭരിക്കുന്ന ഭരണങ്ങൾ പേടിക്കുമായിരുന്നു. ഇന്ന് അവർക്ക് നമ്മളെ കുറിച്ചൊരു ഭയമില്ല. അല്ല പറഞ്ഞില്ലേ, ഒരു കാലം വരും അത് നിങ്ങളെ കുറിച്ച് അവർക്ക് ഭയം ഉണ്ടാവില്ല. മുസ്ലിമീങ്ങളെ തൊടാൻ അവർക്ക് അറപ്പ് തോന്നൂല, വെറുപ്പ് തോന്നൂല. എങ്ങനെ തൊടാൻ അവർക്ക് വെറുപ്പില്ല. തൊത്തുകളയെ, കൊന്നുകളെ, നിന്ന് തല്ലിക്കൊല്ലും. ഇതൊക്കെ സംഭവിക്കും. ഇതെല്ലാം സംഭവിച്ചതിന്റെ പിന്നിലെ ചരിത്രമില്ല. ഇതൊന്നും വൃഥാ സംഭവിച്ചതല്ല. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ പുതിയ മാസത്തിൽ ഒരു പുതിയ കരുത്തോടെ, പുതിയ പ്രതിജ്ഞയോടെ, പുതിയ തീരുമാനത്തോടെ അള്ളാഹുവിനെ കൂടെ നിർത്തിയിട്ട് ഇസ്ലാമിനെ മുഖ്യ പരിഗണനയുള്ള ഒന്നായി കണ്ടുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നങ്ങൾ മുഖ്യ പ്രശ്നങ്ങളായി പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് മാറാൻ ഈ മാസവുമായി ബന്ധപ്പെട്ട ഖുർആനിക ആയത്ത് നമ്മെ ശരിക്കും ഉത്ബോധിപ്പിക്കുന്നുണ്ട്. ദാലിക ഖയ്യിം, ഇതാണ് കേട്ടോ ശരിയായ ദീൻ. ഈ 12 മാസം കൊണ്ടുള്ള കാലഘടന ശരിയായ ദീനാണ്. ആ ദീനിന്റെ അടിസ്ഥാനത്തിൽ ഫലാ തദ്രിമൂ ഫീഹിന്ന അൻഫുസകും, നിങ്ങൾ നിങ്ങളോട് അന്യായം കാണിക്കല്ല. അപ്പുറത്തെ അറബ് രാഷ്ട്രത്തിലെ ഭരണാധികാരിയും കൂട്ടരും നിങ്ങൾ ഞങ്ങളോട് അന്യായം കാണിക്കല്ല. നിങ്ങൾ നിങ്ങളോട് പറഞ്ഞാല് നമ്മളോട്, നമ്മൾ ഈ സമുദായം ഒന്നാണ്. ആ സമുദായത്തിന്റെ അഭിമാനം, ഡിഗ്നിറ്റി, അന്തസ്സ്, പവിത്രത, ജീവധന മാനാദികൾ, അറബ പ്രസംഗത്തിലെ ഊന്നല, അത് പവിത്രമായി നിലകൊള്ളാൻ നിങ്ങൾ ശ്രമിക്കണം. നിങ്ങളായിട്ട് നിങ്ങളുടെ കൂട്ടോട് അന്യായം കാണിക്കല്ല. ഫലാത്തതിരിമോ ഫീഹിന്ന അൻഫുസകും, നിങ്ങൾ നിങ്ങളോട് അന്യായം കാണിക്കല്ല. വഖാതിലുൽ മുശ്രികീന കാഫതൻ കമാ യുഖാതിലുനകും കാഫ, നിങ്ങളെ ഇല്ലാതാക്കാൻ കൂട്ടത്തോടെ ശ്രമിക്കും. അതിനൊരു കൂട്ടായി നിങ്ങൾ ഒന്നിച്ചു നിൽക്കണം. ഐക്യത്തിൽ ഒന്നിച്ചു നിങ്ങൾ നിൽക്കണം. അല്ലാത്ത പക്ഷം നിങ്ങൾ അനുഭവിക്കും. അതുകൊണ്ട് വളലമു അന്നല്ലാഹു മഅൽ മുത്തഖീൻ, അറിയണം അല്ലാഹു മുത്തഖീങ്ങളുടെ കൂടെയാണ്. നിങ്ങളുടെ നിസ്കാരത്തെ അതിന്റെ ബലത്തിലല്ല, സിറാത്ത് പാലം നടക്കാൻ കഴിയാം. തഖ്വയുടെ അടിസ്ഥാനത്തിലാണ്. അത്തഖ്വ ആഖുന, കാഴ്ചപ്പാടാണ്, ബോധ്യമാണ്, തീരുമാനമാണ്, തിരിച്ചറിവാണ്. അതിന്റെ അടിസ്ഥാനത്തിലാവട്ടെ നിസ്കാരം, അതിന്റെ അടിസ്ഥാനത്തിലുള്ള ദിക്റും സ്വലാത്തും, അതിന്റെ അടിസ്ഥാനത്തിലാവട്ടെ ഹജ്ജ്, അതിന്റെ അടിസ്ഥാനത്തിലാവട്ടെ ചന്ദ്രമാസവും. അങ്ങനെയാണ്. അങ്ങനെയെല്ലാം തഖ്വയുമായി, കലണ്ടറിനെ തഖ്വയുമായി ബന്ധപ്പെടുത്തിയിരിക്കുക. ഇവിടെ കലണ്ടർ ദീനുൽ ഖയ്യിമാണ് പഠിപ്പിക്കുക ഇസ്ലാം. ഈ ആയത്തിന്റെ വിശദാംശങ്ങൾ പഠിച്ചാൽ സഹോദരന്മാരോട് തളർന്നു പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പുതുവത്സരത്തിൽ കരുത്തോടെ, ഊർജ്ജസ്വലരായി അല്ലാഹുമായി കൂടുതൽ അടുത്തു അവരുടെ വിധികൾ പാലിച്ച് തിരിച്ചറിവോടുകൂടി അർമാദങ്ങളുടെ ആഘോഷം ലോകത്ത് നിന്ന് മാറിയിട്ട് കാര്യഗൗരവത്തോടെ ജീവിതത്തെ കാണുന്ന ഒരു ലോകത്തേക്ക് മാറി മുന്നോട്ട് പോകാൻ നമ്മെ കരുത്തരാക്കുമാറാവട്ടെ. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹുൽ ഗഫൂറുർ റഹീം വദഊഹു ഇന്നഹുൽ ബർറുൽ കരീം. الحمد لله رب العالمين